അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെ പറ്റിയാണല്ലോ. സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇതേ രീതിയിൽ തന്നെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. സോ കോളേജിലെയും സ്കൂളിലെയും ലൈഫ്, ഇപ്പൊ എൻ്റെ കോളേജ് സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത് അത് ഭയങ്കര ബ്രോഡായിരുന്നു. വലിയ ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണ്. അതിനകത്ത് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, ക്ലോസ് അല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ വലിയൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കോമൺ ആയിട്ട് കണ്ട ഒരു കാര്യം, എല്ലാവരും പ്രേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മദ്യപാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഭയങ്കര ശരിയാണ് ആ കാര്യം. ഈ മദ്യപിക്കുന്നത് ഭയങ്കര എന്തോ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടോപ്പ് ടയർ ടീമിലുള്ള ഒരാളെ പോലെ കാണുന്ന ഒരു ജനറേഷനിൽ നമ്മളിപ്പോ ആക്ച്വലി ഉള്ളത്. അതെ. ഇപ്പൊ കോളേജിനെ പറ്റി പറയാൻ സ്കൂളില് അത്ര അങ്ങോട്ട് എക്സ്പോസ്ഡ് അല്ല ഈ ഒരു കാര്യത്തെ പറ്റി, കാരണം മൈനേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും അവിടെയും കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ കോളേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം ക്രിസ്മസ്, ഓണം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോരോ പരിപാടികൾ ഇങ്ങനെ കോളേജിൽ ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് പലതരം ആൾക്കാരാണുള്ളത്. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ പരിപാടിയാണ് പിന്നെ വീട്ടിൽ പോകും എന്ന് പറയുന്നിട്ട് വീട്ടിൽ പോകുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിലെ പരിപാടിയാണ്, അന്ന് ലീവാണ്, നമുക്ക് റൂമിലിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കോളേജിലെ പരിപാടിയിൽ നിന്ന് മാറിയിട്ട് യാത്ര പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ വേറൊരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും കോളേജിലെ പരിപാടിയാണ്, അത് അങ്ങനെ തന്നെ ആഘോഷിക്കണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം മെയിൻലി ഈ 3 ഗ്രൂപ്പിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ കോളേജിലെ പരിപാടി ഈ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അതങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് അങ്ങനെ അങ്ങോട്ട് ഓപ്പൺ അപ്പ് ആവാൻ എനിക്ക് പറ്റും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇതിന്റെ ഒരു ഓവറോൾ ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ജനറലൈസ്ഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കോളേജിലെ പരിപാടിയാണ്. അപ്പൊ രാവിലെ കുറച്ചൊന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, കഴിക്കാൻ നേരം ആഹാരമല്ല, കുറച്ചൊന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗുമ്മില്ല, അല്ലെങ്കിൽ ഒരു എടുപ്പില്ല. അപ്പോഴത്തേക്ക് രാവിലെ ഇവര് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ എല്ലാം കഴിഞ്ഞ് കോളേജിലേക്ക് നടന്ന് ചെല്ലുന്നത് ഉൾപ്പെടെ, അതായത് കഴിച്ചതിന്റെ സ്മെല്ല് അറിയണം, ആൾക്കാർ അറിയണം ഞാൻ കഴിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ട് കഴിച്ചിട്ട് വന്ന് പിന്നെ കോളേജിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇതിന്റെയൊക്കെ ഇതൊക്കെ എവിടുന്ന വരുന്നെന്നുള്ളതാണ്. നമ്മൾ കാണുന്ന എല്ലാ സിനിമയ്ക്കകത്ത് ഇത് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. സത്യം. അതായത് ഈ എന്തോ ഈ മദ്യം കൺസ്യൂം ചെയ്ത് കോളേജിലേക്ക് വരിക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫീമെയിൽസ് ആയിട്ട് ഒരു നെഗറ്റീവ് ഇന്ററാക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ രാവിലെ ഒരു ഫെസ്റ്റ് ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു അടി ഉറപ്പാണ്. അതാണ് മിക്കപ്പോഴും ലൈക്ക് എല്ലാവരുടെ ഒരു വൈബ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് രാവിലെ ഒരു കോളേജ് ഫെസ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്നത്, അതായത് ലൈക്ക് ഒരു തല്ലിപ്പിരിയുക എന്നുള്ളൊരു, നമ്മൾ ഈ ഓണം സെലിബ്രേഷൻ ഓണത്തെല്ലാം നടത്താന്ന് പറയും, അതേപോലെ. അതായത് വൈകുന്നേരം ഒരു തല്ലി കഴിഞ്ഞിട്ടേ പിരിയുള്ളൂ. അതെന്തോ ഭയങ്കര നോർമലൈസ്ഡ്. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റി എന്നൊരു ചോദ്യം. ശരിയാണ്, കോളേജിലെ പരിപാടി ആണെങ്കിൽ ഒരു അടി ഉറപ്പാണ്. അങ്ങനെ തന്നെ സംസാരം തന്നെ അങ്ങനെയാണ്. ഇതേ സെയിം കോട്ട് തന്നെ നമ്മൾ പലയിടത്തും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത് ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നോർമലൈസ്ഡ് ആയേക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മോസ്റ്റ്ലി നമ്മളുടെ ഒരു 10th അല്ലെങ്കിൽ ഒരു സ്കൂൾ ലൈഫിലൊക്കെ വെച്ചിട്ട് ഒരു മെയിൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടല്ലോ, അതൊട്ടും വൾഗർ ആയിട്ടല്ല കണ്ടിരുന്നത്. അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പിന്. അവരങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അവർ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഭയങ്കര ക്വാളിറ്റി റിലേഷൻഷിപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം അപ്സൈഡ് ഡൗൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു മെയിൽ ഫ്രണ്ടും ഫീമെയിൽ ഫ്രണ്ടും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ നോർമലൈസ്ഡ് ആയ കാര്യമാണ്. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരു 100 കാര്യങ്ങളിൽ ഒന്നോ രണ്ടോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു മൈന്യൂട്ട് ഇഷ്യൂ, അതായത് ഒരു റെലം ഓഫ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു വളരെ ചെറിയൊരു കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. അതെ. അപ്പോൾ ഇതിന്റെ ഒക്കെ ഒരു
കാരണം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പല റീസൺസിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന കോണ്ടന്റിലേക്കാണ്. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമകളിലും അതേപോലെ നമ്മൾ കാണുന്ന വേറെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിലെ റീൽസ്, യൂട്യൂബിലെ ഷോർട്സ്, ഇതിലൊക്കെ ഓരോ ഗ്രൂപ്പ്സ്, ഓരോ പുതിയ ദിവസം ഓരോ ഗ്രൂപ്പുകൾ നമ്മൾ കാണാണ്. അവരൊക്കെ ഓരോ കോണ്ടന്റ്സ് ഷൂട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഈ കോണ്ടന്റ്സിൽ ഭൂരിഭാഗവും എന്താണ് ഈ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ നോർമലാണ്, വളരെ കോമൺ ആണ് എന്ന് പറയുന്ന കൊമിക്കൽ സ്റ്റൈലില് ഇത്രയും ഒരു നെഗറ്റീവ് കൾച്ചർ കൊണ്ടുവരാനാണ് മിക്ക വീഡിയോസും ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള വീഡിയോസിനാണ് റീച്ച് കയറുന്നത്. ഉറപ്പായിട്ടും ക്വാളിറ്റി കോണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ കോണ്ടന്റ്സിന് റീച്ച് കുറയുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് റീച്ച് കൂടുകയും ചെയ്യുന്നതിന്റെ ഒരു കാര്യവും അത് തന്നെയാണ്. ആൾക്കാർക്ക്, അല്ലെങ്കിൽ മോസ്റ്റ്ലി ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റില്ല, മോസ്റ്റ്ലി ഒരു യങ്സ്റ്റേഴ്സിന് വേണ്ടുന്നത് അങ്ങനത്തെ കോണ്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മോസ്റ്റ്ലി എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ ഡെഫിനിഷൻ തന്നെ മൊത്തത്തിൽ മാറിപ്പോയി. അതായത് എന്റർടൈൻമെന്റ് എന്ന് പണ്ട് ഉദ്ദേശിച്ചിരുന്നത് നമ്മളെ ഒരു ലൈക്ക് എക്സൈറ്റഡ് ആക്കുക, ഹാപ്പി ആക്കുക, വാട്ട് ലൈക്ക് നമ്മൾ എൻഗേജിങ് ആക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു എന്റർടൈൻമെന്റിന്റെ ഒരു മേജർ ഒരു അജണ്ട പോലെ നിന്നിരുന്നത്. ബട്ട് ഇറ്റ് ചേഞ്ച് ടു സംതിങ് എൽസ്. അതായത് ഇപ്പോ ഒരു നെഗറ്റീവ് കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതല്ലാതെ അത് നോർമലൈസ് ചെയ്യുക. അതായത് മറ്റൊരു പേഴ്സണെ ഇപ്പോൾ ലൈക്ക് എന്താ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് പോലും, അതായത് ഒരു ബോഡി ഷെയിം ചെയ്യുന്നത് പോലും ലൈക്ക് ഒരു റെഗുലർ തിങ് ആയി മാറി തുടങ്ങി. അതായത് ആ പേഴ്സണെ ഡിസ്റെസ്പെക്റ്റഡ് ടു ദ ലെവൽ ആണെങ്കിൽ പോലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, അതങ്ങനെ തന്നെ, അവരങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു നേച്ചർ. അപ്പൊ ഇത് മോസ്റ്റ്ലി നമ്മൾ ഇത്രയും നോർമൽ നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇതൊന്നും ഇത്ര അങ്ങോട്ട് ആർക്കും ഇല്ലാത്തൊരു സമയത്ത്, പണ്ട് ഫേസ്ബുക്ക് ആയിരുന്നല്ലോ, ഫേസ്ബുക്കിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളില്ല. നമുക്ക് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാന്നുള്ളത്, ടാഗ് ചെയ്യുക, അതിന് ലൈക്ക് കിട്ടുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ഇല്ലാന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഒരുപാട് കാലം ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്തു. ഒരു സമയത്ത് ഓർക്കുട്ട് ഉണ്ടായി, പക്ഷെ ഓർക്കുട്ടും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇല്ലാണ്ടായി പോയി. പിന്നീട് ഇൻസ്റ്റാഗ്രാം വന്നു. ഇൻസ്റ്റാഗ്രാം പിന്നെ ആദ്യം അറിയാത്തൊരു ആപ്പായിട്ട് കടന്നു. പിന്നീട് അതിന് റെവല്യൂഷൻ ഉണ്ടായി. ആ ഒരു റെവല്യൂഷനിലാണ് ഫസ്റ്റ് IGTV ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ലോങ്ങർ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ IGTV ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ പുറകെയാണ് ടിക്ടോക്കിന്റെ പോലത്തെ ഇൻട്രൊഡക്ഷൻസും വരുന്നത്. ടിക്ടോക്കിനെ പറ്റി നമ്മൾ പറയുമ്പോൾ, ടിക്ടോക്ക് ആണല്ലോ ആദ്യമേ ഈ എന്താ പറയുക ഷോർട്ട് ടേം വീഡിയോസ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുക എന്നുള്ള ഒരു കൾച്ചർ കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ ടിക്ടോക്ക് ആണ് കൊണ്ടിരുന്നത്. അതിനുശേഷം ടിക്ടോക്ക് ഇന്ത്യയിൽ ബാൻ ആവുകയും, ഐ തിങ്ക് ടിക്ടോക്കിന്റെ വലിയൊരു കസ്റ്റമർ ബേസ് ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. ടിക്ടോക്ക് ബാൻ ചെയ്യുകയും പെട്ടെന്നാണ് ടിക്ടോക്കിന്റെ ബാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള ഒരു അൽഗോരിതംസ്, ഇതിന്റെ പുറകിലുള്ള സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. Kring, fulfilling parenting dreams.